ഭർത്താവിനെതിരെ കള്ളക്കേസ് കൊടുത്ത ഭാര്യ അവസാനം വിവാഹമോചനത്തിന് ഭർത്താവ് നിർബന്ധിതരാവേണ്ടി വന്നു. വിവാഹമോചന കേസുകളിൽ പലപ്പോഴും സ്ത്രീപക്ഷത്താണ് കൂടുതലും ആളുകൾ നിൽക്കാറുള്ളത്. ഭർത്തൃപീഡനം കൊണ്ടാണ് പല വിവാഹമോചനങ്ങളും നടക്കാറുള്ളത്. പക്ഷേ ഇതിന് വിപരീതമായിട്ട് സ്ത്രീകളുടെ പ്രശ്നം കൊണ്ട് കാരണം കൊണ്ട് വിവാഹമോചനത്തിന് നിർബന്ധിതരാവേണ്ടി വരുന്ന ഭർത്താക്കന്മാരുണ്ടാകാറുണ്ട്. അവർ പിന്നീട് അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ ആരും അങ്ങനെ തിരിച്ചറിയാറില്ല, അന്വേഷിക്കാറില്ല. കൊച്ചു കുട്ടികളൊക്കെ ഉള്ളവരുണ്ടാകും. ഇവരുടെ നല്ല അടുപ്പമുള്ള അച്ഛന്മാരായിരിക്കും. ഇവരുടേതല്ലാത്ത കാരണം കൊണ്ട് വിവാഹമോചനത്തിന് ശേഷം ഇവരെ പിരിഞ്ഞൊരവസ്ഥ, പിന്നീട് ഇവർ മാനസികമായിട്ട് അനുഭവിക്കുന്ന വിഷമങ്ങൾ മാത്രമല്ല നാട്ടിൽ മുഴുവൻ പ്രചരിക്കുക ഇയാളുടെ കാരണം കൊണ്ടാണ് ആ പെണ്ണ് ഇറങ്ങിപ്പോയത്. ഇങ്ങനത്തെ കഥകളായിരിക്കും. അതിനുശേഷം ഇവർക്കൊരു കല്യാണം ശരിയാകാൻ പ്രയാസമായിരിക്കും. വലിയ സാമ്പത്തിക ബാധ്യത ഇവർ നേരിട്ടിട്ടുണ്ടാകും. രണ്ടുപേരുടെയും പേരിലുള്ള വീടിന് ഭാര്യയ്ക്ക് മാത്രമായിട്ട് കൊടുക്കേണ്ടി വന്ന കേസുകളും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സ്ട്രാ മാരിറ്റൽ അഫയറിന്റെ പേരിൽ വിവാഹമോചനത്തിലേക്ക് നിർബന്ധിച്ച് ഭർത്താവിനെ കൊണ്ട് ഒപ്പുവെക്കുകയും മാത്രമല്ല ഭർത്താവിനെതിരെ കള്ളക്കേസ് കൊടുത്ത് വലിയൊരു തുക നഷ്ടപരിഹാരം വാങ്ങുകയും ചെയ്ത കേസുകളും ഒക്കെയുണ്ട്. ഇവിടെയൊക്കെ സ്വന്തം വീട്ടുകാരല്ലാത്തവരൊന്നും ഭർത്താക്കന്മാരുടെ കൂടെ നിൽക്കാറില്ല. പലപ്പോഴും കുടുംബക്കാർ വരെ ഇവർക്കെതിരായിരിക്കും. ഇയാളുടെ കുഴപ്പം കൊണ്ടാണ് അവൾ ഇറങ്ങിപ്പോയത്, വേറൊരാളെ കൂടെ പോയാലും ഇങ്ങനെയൊക്കെയാണ് പറയാറുള്ളത്. മനസ്സിലാക്കേണ്ടത്, സ്ത്രീകളുടെ കാരണം കൊണ്ടാണ് വിവാഹമോചനത്തിന് നിങ്ങൾ തയ്യാറാകുന്നത് എങ്കിൽ ഭർത്താക്കന്മാരെ നിങ്ങൾ കള്ളക്കേസുകൾ കൊടുത്ത് നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അവരെ മാനസിക പ്രശ്നത്തിലേക്ക് തള്ളിവിടരുത്. അവർ പിന്നീട് അനുഭവിക്കുന്ന ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതൊന്നും ഒരിക്കലും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാത്തതാണ്. സ്ത്രീപക്ഷത്ത് മാത്രമല്ല പീഡനങ്ങളുള്ളത്, പുരുഷപക്ഷത്തും ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്.